സ്നേഹ ഇന്നലെ ഈ വേടൻ വിഷയങ്ങളും ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ടൈമിൽ എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളത് അറിയില്ല. മാംഗ്ലൂരിൽ ഒരു യുവാവിനെ, മലയാളി യുവാവാന്നുള്ളതാണ് പിന്നെ നമുക്ക് മനസ്സിലായത്, ഒരു യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. ഞാൻ കണ്ടു. ഓക്കെ, ഈ ന്യൂസ് പുറത്തു വന്ന സമയത്ത് ഈ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചത് കൊണ്ട് ആൾക്കൂട്ടം ആ വ്യക്തിയെ തല്ലിക്കൊന്നു എന്നുള്ളൊരു വേർഷനാണ് ഫസ്റ്റ് മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആരോപണം, അതായത് അതാണ് വന്ന വേർഷൻ. അതായത് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു, ആളുകൾ ഒരു 10-25 ആളുകൾ ചേർന്നിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയായിരുന്നു. ഇയാൾ വന്നു, പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചപ്പോൾ നാട്ടിലെല്ലാം തല്ലിക്കൊന്നു. ഇപ്പം ഈ തീവ്രവാദി ആക്രമണവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് ചിലപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ പറഞ്ഞ മംഗളൂരു, കർണാടക, നമുക്കറിയാലോ, നമ്മളവിടെ കുറെ ജീവിച്ചാലോ, അവിടെ ഈ രാജ്യസ്നേഹം മൂത്ത് നടക്കുന്ന കുറെ, സ്നേഹം ഭയങ്കര കൂടുതലാണ്. അതായത് ശരിക്കുള്ള രാജ്യസ്നേഹം എന്നുള്ള സ്കീമിലല്ല കേട്ടോ, അപ്പൊ താളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇഷ്ടം പോലെ സംഘ എലമെന്റ്സിന്റെ കുറെ രാജ്യസ്നേഹമുണ്ട്. അതായത് പ്രോപ്പർ സംഘി തീവ്രവാദികളുടെ രാജ്യസ്നേഹത്തിന്റെ ഫേക്ക് സാധനം നിങ്ങൾക്ക് ശരിക്ക് കർണാടക ബെൽറ്റിൽ പോയാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു ഷോ ഓഫാണ് രാജ്യസ്നേഹം മൂത്തിട്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇത് മംഗളൂരിൽ നിന്നാണ്, മംഗളൂരിൽ തന്നെ കുറച്ച് ഉള്ളേരിയയിലാന്ന് അറിഞ്ഞ സമയത്ത് തന്നെ മേ ബി നടക്കാൻ സാധ്യത ഉണ്ട്. മനസ്സിലായോ? പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു ദിവസം 2 ടീമുകൾ തമ്മിൽ പൊരിഞ്ഞാട്ടി. ഇപ്പം എന്തോ പറഞ്ഞ സമയത്ത് ഓപ്പോസിറ്റ് ടീമിലുള്ള ഒരാളെ ഇൻസമാമുലൊക്കെ ബാറ്റ് ചെയ്യണ പോലെ ബാറ്റ് ചെയ്യണു എന്നുള്ളത്, അതായത് കുറച്ച് സ്ലോ ആയിട്ട് ബാറ്റ് ചെയ്യുന്നു, അതേ സ്റ്റാൻസിൽ നിൽക്കണു എന്നുള്ളത് ഡഗ് ഔട്ട് എന്ന് ഒരുത്തം വിളിച്ച് കളിയാക്കാൻ പറഞ്ഞതാ. പിന്നെ പാകിസ്ഥാനി ബാറ്റ്സ്മാൻ ആക്കി പറയണോന്ന് പറഞ്ഞിട്ട് ബാറ്റ് കൊടുത്തിട്ട് തല്ലാൻ ഓടി. സോ അങ്ങനെയാണ് അവിടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ന്യൂസ് വരുന്ന സമയത്ത് നമുക്ക് മംഗളൂരാണ് ചിലപ്പോൾ നടക്കാം സാധ്യത എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ പിന്നെ പേപ്പറിൽ വന്ന ന്യൂസ് ഇതാണ്: വെള്ളം കുടിച്ചതിന് മലയാളി യുവാവിനെ തീവ്ര ഹിന്ദുത്വവാദികൾ തല്ലിക്കൊന്നു. ആൻഡ് ഈ വ്യക്തി ഒരു കോട്ടക്കല് പറപ്പൂരാണ് ഈ വ്യക്തിയുടെ ആദ്യം പറഞ്ഞത്. ആദ്യത്തെ ന്യൂസിലൊക്കെ വന്ന സമയത്ത് അഷ്റഫ് എന്നാണ് ഇയാളുടെ പേര്, പുൽപ്പള്ളി സ്വദേശിയാണ്. പക്ഷെ ഇന്ന് ഇയാളുടെ അടക്കം ചെയ്യലും കാര്യങ്ങളൊക്കെ നടന്നത് ഇവിടെ കോട്ടക്കല് പറപ്പൂരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്താണ് വിഷയം എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിന് മുന്നേ 24 ന്യൂസിൽ വന്ന ന്യൂസ് ഒന്ന് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് മംഗളൂരു നഗരത്തിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള കുടുപ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മൈതാനത്താണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നത്. ആ ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇടയിലാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷറഫിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ഇവിടെ വെച്ച് നടന്ന, ഈ മൈതാനത്ത് വെച്ച് നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ടൂർണമെന്റിന്റെ ഭാഗമായി, ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമായി സജ്ജീകരിച്ച ആ സ്റ്റെമ്പുകൾ, അതിൻ്റെ മറ്റ് ഈ ക്രിക്കറ്റിന്റെ പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡിന്റെ അവശിഷ്ടങ്ങളും മറ്റ് ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിലൊക്കെ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ടൂർണമെന്റിനിടെ, വൈകിട്ട് നടന്ന ടൂർണമെന്റിനിടെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് 25ഓളം വരുന്ന ആൾക്കാർ, അക്രമികൾ അഷറഫിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഈ മൈതാനത്ത് നിന്ന് മർദ്ദനം ആരംഭിച്ചു. ഈ വഴിയിൽ കുറച്ച് ഏതാണ്ട് ഒരു 150 മീറ്ററോളം ഈ വഴി പോയി കഴിഞ്ഞാൽ അവിടെയാണ് അഷറഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ വരെ ഓടിച്ചിട്ട് മർദ്ദിച്ചു എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന്, ഇവിടുത്തെ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ക്രിക്കറ്റ് കളി കാണുന്നതിന് വേണ്ടിയാണോ അഷറഫ് ഈ 10 കിലോമീറ്ററോളം താണ്ടി ഇങ്ങോട്ട് എത്തിയത് എന്നെ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന പണിയായിരുന്നു അഷറഫിനുണ്ടായത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആക്രി ശേഖരിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നതാണോ എന്നത് സംബന്ധിച്ചൊക്കെ പോലീസ് ഇനിയും അന്വേഷണത്തിലൂടെ വ്യക്തത വരുത്തേണ്ടതാണ്. ആദ്യത്തെ 2 മണിക്കൂറിൽ കൂടുതൽ നേരം പോലീസൊന്നും ഡെഡ് ബോഡി എടുക്കാൻ പോയിട്ടില്ല. പിന്നെ ആദ്യ സമയങ്ങളിൽ ഇയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുമില്ല. പക്ഷെ കർണാടക പോലീസ് കൃത്യമായിട്ട് 10-15 പേരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത സമയത്താണ് ഈ പ്രതികൾ പറയുന്നത് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോഴൊന്നും ഇത് മലയാളിയാന്നറിയില്ല. ആൻഡ് ഇയാൾക്ക് മാനസിക
ആരോഗ്യ പ്രശ്നങ്ങളും പരിപാടികളും ഉണ്ട്. മലയാളിയാണ്. ആൻഡ് ഇയാൾ ആക്രി പെറുക്കി ജീവിക്കുന്ന ഒരാളാണ്. ആൻഡ് ഇത് നടക്കുന്നത് മംഗളൂരിൽ തന്നെ കുറച്ച് ഉള്ള ഏരിയയിലാണ്. ഉള്ള ഏരിയയിലാണ്, ഒരു അമ്പലപ്പറമ്പിലാണ് ക്രിക്കറ്റ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വെള്ളം കുടിച്ച ഒരു സംഗതിയാണോ അതോ ഈ പറഞ്ഞ പാക് അനുകൂല അതാണ് ഇപ്പൊ ഇതിലെന്താ അറിയോ, ഇയാൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ വ്യക്തിയുടെ ബന്ധു തന്നെ ഇന്ന് മീഡിയനോട് പറയുന്നത് ഞാൻ കണ്ടു. പല സ്ഥലങ്ങളിലായിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടായത്. പക്ഷെ അയാൾ ഉപദ്രവകാരി അല്ലാന്നും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല എന്നാണ് കുടുംബത്തിന്റെ വേർഷൻ. ഓക്കെ, അതായത് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. ഇപ്പോ ചിലവര് അങ്ങനെ ഉണ്ടല്ലോ, ഇന്ന് ഒന്ന് രണ്ട് ന്യൂസിൽ കണ്ടത് ഇയാൾ ചെരുപ്പൊന്നും ഇടാതെ റോട്ടിൽ കൂടി നടക്കുന്നുണ്ട്, അത്ര പുല്ലുകൂടി മണ്ണിനോട് പറ്റി അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരാളെന്നാണ് കുടുംബക്കാരിൽ ഒരാള് നാട്ടുകാരായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ കുടുംബക്കാരനായ വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ വെക്കാം. ഇന്ന് ആൾക്കൊരു ചെറിയ രൂപത്തിൽ മാനസിക പ്രോബ്ലം ഉണ്ട്. അതിന്റെ ഒരു പ്രയാസം നമുക്കൊരു പൂർണ്ണമായിട്ടൊരു നോർമൽ വ്യക്തിയായിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. പൂർണ്ണമായിട്ട് നോർമൽ വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാം. പിന്നെ മൂപ്പരാറിന് എന്തെങ്കിലും ഒരു സംഘടനയിലോ ജസ്റ്റ് എന്തിനെങ്കിലും ഒരു പ്രവർത്തിക്കുന്ന ഒരാളല്ല. എന്തിനെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ചെറിയ ഒരു ഇതുപോലും ഇല്ല. അപ്പോ എന്താണ് ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത്? പിന്നെ അവിടുത്തെ നമുക്കിപ്പോ ഒരു ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന CCTV അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ഇത് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവുന്നു. ബാക്കിയൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്ക് ഒരു ചെറിയ മാനസികപരമായിട്ട് ഒരു അവിടെ വെച്ചാല് നമ്മുടെ തൊടുപുഴ പൈങ്കുളം ഹോസ്പിറ്റലില്, അതേപോലെ വെട്ടം ഹോസ്പിറ്റലില്, അതേപോലെ നമ്മള് പെരുമ്പിലാവ് മാനസികാരോഗ്യ അവിടെയൊക്കെ ചികിത്സ മൂപ്പര് എന്താ പറഞ്ഞാലും ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങളാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മുടെ തന്നെ ഇപ്പോൾ 1-2 ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വന്നാലും നന്നായിട്ട് മൂപ്പര് അറിയുന്ന ആളുകൾക്ക് അറിയാം എവിടെ നല്ല വൃത്തിയിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുക. അങ്ങനത്തെ ഒക്കെ ഒരു കടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് അവിടുന്ന് ആരും അവരെ പറഞ്ഞു വിടില്ല. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ അവിടുത്തെ ആളുകളുടെ ഞാനിപ്പോൾ 2 മണിക്കൂർ മംഗലാപുരം ചെലവഴിച്ചുള്ളൂ. അപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് വെച്ചാൽ ഇവന് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനത്തെ അവിടുത്തെ ഇവനെ ഒരു ഇത്രയും ഒരു ചെറിയ ടൈമിൽ പോലും അവിടുത്തെ ആളുകൾക്ക് അത്ര അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതിൽ നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ആളുകളുടെ ഒരു സംസാരത്തിൽ നമുക്ക് ആക്ച്വലി എന്താ അറിയോ, ഈ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും നാട്ടുകാരാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു മാനസിക പ്രോബ്ലം ഉണ്ട്, അയാൾ എന്നാ ഉപദ്രവകാരി അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ തന്നെ പറയുന്നു കടകളിൽ ഇവരുടെയൊക്കെ കടയിൽ പണിയെടുത്ത സമയത്ത് നല്ല രീതിയിൽ പണിയെടുത്ത് നാട്ടിൽ തന്നെ നിർത്തിയ പോലെ എന്തിനാണ് ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ള ഒരാൾക്കാർ ചിലപ്പോൾ ഒരു സ്ഥലത്ത് അതും പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിൽക്കുന്ന താല്പര്യമില്ല, അത് നിൽക്കാത്ത ഒരാളാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോണ ഒരാളാണെങ്കിലും ആ പോയ ആളുടെ മേത്തൊരു കണ്ണല്ലേ എന്താ ഇങ്ങനെയാന്നുള്ളതെന്ന് ഒരു ശരിക്കും ഇങ്ങനെയുള്ള ആളുകളെ മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒപ്പം നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, പറ്റിയത് പറ്റി, ഇപ്പൊ ആ കാര്യത്തിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ഈ ഒരു വിഷയത്തിന്റെ വീഡിയോസിന് അടിയിൽ വരുന്നൊരു കമന്റ് ആട്ടോ അത്, അങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ്. ആർക്കും റിപ്ലൈ കമന്റ് ഒന്നുമില്ലേ? മംഗളൂരു കർണാടകയിൽ വെള്ളം എടുത്ത് കുടിച്ചതിന് മാനസികാസ്വാസ്ഥ്യമുള്ള മലയാളി യുവാവിനെ RSS തീവ്രവാദികൾ തല്ലിക്കൊന്നു. വയനാട് പുൽപ്പള്ളി മുച്ചിക്കാടൻ കുഞ്ഞീതിൻ്റെ മകൻ അഷ്റഫാണ് കൊല്ലപ്പെട്ടത്. കേസിൽ മംഗളൂരു കുടുപ്പുവിലെ തീവ്ര ഹിന്ദുത്വ ക്ലബ്ബായ സാമ്രാട്ട് കേസിലെ 15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ അഷ്റഫ് മരിച്ചെന്ന് ഉറപ്പായതോടെ പാകിസ്ഥാൻ അനുകൂലിയാണ് അയാളെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും പ്രതികൾ നടത്തി. ഞായർ പകൽ 3-ന് കുടുപ്പ് വദ്ര കല്ലുട്ടി ക്ഷേത്രത്തിന് സമീപത്തെ മൈതാനത്താണ് സംഭവയുടെ ക്രിക്കറ്റ് കളിക്കുകയെന്ന സംഘത്തിന്റെ വെള്ളം കുടിച്ച അഷ്റഫുമായി പ്രതികളിൽ ഒരാളെ സച്ചിൻ വാക്കുതർക്കത്തിലേർപ്പെട്ടു. പിന്നാലെത്തിയ BJP കോർപ്പറേറ്റർ സംഗീത നായിക്കിന്റെ ഭർത്താവ് രവീന്ദ്ര നായിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുവാവിനെ ബാറ്ററൊക്കെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു. കണ്ടുനിന്നവർ തടയാൻ ശ്രമിച്ചെങ്കിലും സംഘം പിന്മാറിയില്ല. മരിച്ചെന്ന് ഉറപ്പായതോടെ പ്രതികൾ രക്ഷപ്പെട്ടു. വൈകിട്ട് 5-ഓടെ സ്ഥലത്ത് അജ്ഞാത മൃതദേഹം കണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതും ചികിത്സ ലഭിക്കാൻ വൈകിയതുമാണ് മരണകാരണമെന്ന് തിരിച്ചറിഞ്ഞു. അവിടെ ഈ ചില പല സ്ഥലത്ത് ക്ലബ്ബുകൾ ഉണ്ടാവല്ലോ, ഓരോ പാർട്ടി ക്ലബ്ബ്. മംഗളൂരു ബെൽറ്റില് അങ്ങനെ ഒരു പാർട്ടി ക്ലബ്ബ് 100% സാധ്യത കൂടുതലാണ്. പിന്നെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ചിലപ്പോൾ വേഷം കണ്ടിട്ടോ
ആ വ്യക്തി ചിലപ്പോൾ മുസ്ലിമാണെന്ന് അറിയുമ്പോഴും ചിലപ്പോൾ വരാം. കാരണം അമ്പലത്തിന്റെ പറമ്പിലാണ് നടക്കുന്നത്, അതുകൊണ്ട് തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുള്ള ഒരു ക്ലബ്ബാണത് എന്നുള്ളതും കൂടി ഉണ്ടെങ്കിൽ വെള്ളം എടുത്ത് കുടിച്ചൊക്കെ അവർക്കൊരു കാരണം തന്നെ ആയിരിക്കും. അമ്പലത്തിലുള്ള വെള്ളം കേറിയിട്ട് കുടിച്ചു അല്ല, അവരുടെ എടുത്തു വെച്ച നമുക്ക് ഏകദേശം ഇവരുടെ മെന്റാലിറ്റി അറിയില്ല. ഇവരൊക്കെ എത്രത്തോളം ഇപ്പൊ നമ്മളെ നാട്ടിലെ വർഗീയതയെ കുറിച്ചും നമ്മുടെ നാട്ടിലുള്ള ഇതിനെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്. വർഗീയ എലമെന്റ്, വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുന്നവര് കർണാടക ബെൽറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി അതൊരു വിസിബിലിറ്റി കുറവാണെങ്കിലും കർണാടകയിൽ ഭയങ്കര വിസിബിൾ ആണ് ആ കാര്യങ്ങൾ. മനസ്സിലായോ? ഉള്ളേരിയയിലൊക്കെ ഭയങ്കര സീനാണ് ഈ സംഗതി. അപ്പോൾ മേ ബി വെള്ളം എടുത്ത് കുടിച്ചതിൽ തുടങ്ങിയൊരു ഇഷ്യൂ ആയിരിക്കും. പക്ഷെ ഈ വെള്ളം എടുത്ത് കുടിച്ചതിലും വർഗീയത ഇഷ്യൂ ആയിരിക്കില്ല തുടങ്ങിയത്. ആക്രി വെറുക്കാൻ നടക്കുന്ന ഒരുത്തൻ ക്രിക്കറ്റ് ടൂർണമെന്റില് ഇങ്ങനത്തെ ഒരു കളിക്കാൻ വന്ന ആളല്ലോ, അല്ല, ഇയാൾ ആക്രി വെറുക്കാൻ വന്ന ആളാ. കുറെ 10 കിലോമീറ്റർ എങ്ങാണ്ട് ട്രാവൽ ചെയ്തിട്ടാണ് അയാളുള്ള കടേന്റെ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ. ഇനി ആക്രി വെറുക്കാൻ തന്നെ വന്നതാണോ, ഇങ്ങനത്തെ ഈ മാനസികാരോഗ്യ പ്രശ്നമുള്ള ആൾ ഇനി അങ്ങനെ നടന്നു വന്നതാണോ? എന്തോ വന്നു, അയാള് കണ്ടു, വെള്ളം എടുത്ത് കുടിച്ചു എന്നുള്ളതാണ് ന്യൂസിലും വന്നത്, പേപ്പറിലും വന്നത്. ഇപ്പൊ ഈ കമന്റിലും ഞാൻ കമന്റ് ചുമ്മാ ഇല്ലല്ലോ, കമന്റ് അറിഞ്ഞൊരു ആളിട്ട പോലത്തെ ഒരു സാധനമാണത്. അത് എന്തോ ഒരു അങ്ങനെ തോന്നി. എന്താണെങ്കിലും സംഗതി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് ആള് മരിച്ചതിന് ശേഷം പിന്നെ പാക്ക് മുദ്രാവാക്യം എന്നുള്ള സാധനം ടൈം ആയതുകൊണ്ട് പിന്നെ ആൾക്കാരൊന്നും ചെയ്യില്ല, പ്രശ്നമില്ല. പാക്ക് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആ വ്യക്തിയെ പോലീസിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്നും ചെയ്യില്ല. ആ സമയത്ത് നമ്മൾ തന്നെ കൊടുക്കാന്ന രീതിയിൽ ചിന്തിക്കും. അത് ഇപ്പൊ ഈ സമയത്ത് കത്തി ചിന്തിക്കുന്നു നമ്മുടെ നാട്ടിലല്ലേ പറഞ്ഞത്. പക്ഷെ അതായത് അല്ല, നമ്മുടെ നാട്ടിലെ റോട്ടില് മറ്റേത് പോസ്റ്റ് എന്തോ പോസ്റ്റ് നമ്മുടെ നാട്ടിലല്ലേ, റോട്ടില് പോസ്റ്റ് ഒട്ടിച്ച് പറഞ്ഞിട്ട് ഇവിടെ അല്ലല്ലേ, അവിടെ തന്നെ തന്നെ. അപ്പൊ അവിടെ എന്താ പറയാ, അവിടെ കുറച്ചും കൂടി അവരൊന്നും ചിന്തിക്കില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റ ബുദ്ധിയാണ്, എല്ലാം പെട്ടെന്ന് തീർക്കുക, അത്രേ ഉള്ളൂ. ഈ KL10 കണ്ടാൽ തന്നെ, മലപ്പുറം KL10 കണ്ടാൽ തന്നെ കർണാടകയിൽ ചൊറി ഇളകണ കുറെ തീവ്ര ഹിന്ദു ചിന്താഗതിയുള്ള എക്സ്ട്രീമിസ്റ്റ് ടെററിസ്റ്റുകൾ ഉള്ള കാര്യം പറയണം. ഞാൻ അങ്ങനെ തന്നെ പറയും, പച്ചയ്ക്ക് പറയുന്നത്. കാരണം ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ്. അതായത് എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണ്. സായി, ഞാൻ കൃഷ്ണൻ എന്ന് പറയാറില്ല, സായി എന്നേ ഞാൻ പറയാറുള്ളൂ. പലരും KL10 ബോർഡ് മലപ്പുറം സൈ ഇതാണ് ആക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, സ്നേഹിക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ മല്ലേശ്വരം പോയ സമയത്ത് മന്ത്രി മോളിൽ ഒരു വട്ടം എന്തോ ഒരു ഭീഷണി ത്രെട്ട് വന്നിട്ട് എല്ലാവരെയും മോളിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യിക്കുന്ന കൂട്ടത്തിൽ അന്ന് എൻ്റെ ഒരു റിറ്റ്സാണ്, KL10 റിറ്റ്സാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ റിറ്റ്സും കൊണ്ട് ഞാൻ മോളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എന്നെ പിടിച്ചു വെച്ച് കൊടുത്തു പോലീസ്. എൻ്റെ KL രജിസ്ട്രേഷൻ കണ്ട് പിടിച്ചു വെച്ചപ്പോൾ അവർ കൃത്യമായി പറഞ്ഞു KL10 യു ആർ ഫ്രം, ഞാൻ പറഞ്ഞു മലപ്പുറം. എൻ്റെ അന്നത്തെ ഫോട്ടോ ഞാൻ മെലിപ്പിച്ച സമയത്ത് മീശല്ല എനിക്ക് ഞാൻ അങ്ങനെ നമ്മളെ മെറ്റാലിക്കൊക്കെ ഇല്ലേ, മെറ്റാലിക്കയിലൊക്കെ ഉള്ള പോലെ ഞാൻ മീശ ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ താടി ഇങ്ങനെ ഇത്ര താടി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ താടി കൊടുക്കുന്നു, ഇവിടെ ഒന്നുമില്ല, മീശ അങ്ങനെ വെച്ചിട്ട് അന്നേ ഭയങ്കര മെറ്റാലിക്ക ഫാനായിരുന്നു. അപ്പോൾ അങ്ങനെ താടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. ആ ടൈമിൽ എന്നെ പിടിച്ചിട്ട് ഇവര് ഞാൻ എന്താ പേരെന്ന് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചു. ഇസ്രയേലോ? അപ്പോൾ സായി. ഓ സയ്യിദ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സായി, പിന്നെ വീണ്ടും സായി, പിന്നെ സയ്യിദ്. പറഞ്ഞു മലപ്പുറം സയ്യിദ്. ഞാൻ പറഞ്ഞു മലപ്പുറം സായി കൃഷ്ണൻ എന്ന് പറഞ്ഞു. അപ്പോൾ കൊടി ലൈസൻസ് കൊടി DL കൊടി എന്ന് പറഞ്ഞോട് ഞാൻ ലൈസൻസ് എടുത്ത് കൊടുത്തു. നിങ്ങൾ നോക്കി സായി കൃഷ്ണൻ ನೀವು ಏನು ಹೇಳಿಲ್ಲ ನಿನ್ನ ಹೆಸರು ಫುള്ളಾಗಿ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഫുള്ള് ചോദ്യം ചെയ്യും. എന്തുകൊണ്ട് ഫുള്ള് പേര് പറഞ്ഞില്ല? അതുകൊണ്ട് എന്ത് ഫുള്ള് പേര് പറയേണ്ട ആവശ്യം എന്നല്ലേ, എനിക്ക് സായി എന്ന് പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവർക്ക് അവരുടെ രാജ്യത്തിലെ പറയുന്നത് കന്നഡ മഹാരാജ്യം എന്നാണ്. അവർക്ക് കർണാടക ഭയങ്കര രാജ്യം പോലെയാണ്, അവർക്ക് ഭയങ്കര ദേശം. അതിൽ തന്നെ പറഞ്ഞ എന്താ പറയാ, ഒരു രണ്ടും ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ പറയാം, ഈ ടാൻട്രി റോഡ്, ശിവാജി നഗർ ആ ഏരിയയിലൊക്കെ കുറച്ചധികം എക്സ്ട്രീം മുസ്ലിം മത ചിന്താഗതിയുള്ള ആളുകളും ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൗണിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം ഹിന്ദു മത ചിന്താഗതിയുള്ള ആളുകളും ഉണ്ട്. സോ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചെന്നുണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല. പക്ഷെ പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ
അതെ എന്താ അത് ഇപ്പൊ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സംഭവം ചിലപ്പോ അവര് കൂട്ടിച്ചേർത്താവാനേ വെള്ളം കുടിച്ചത് എന്തെങ്കിലും ഉണ്ടാവും എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നതാണ് അവിടെയൊക്കെ ഇപ്പൊ കാത്തു നിൽക്കുന്ന സമയമാകുമ്പോ അതായത് പോയിന്റ് ആവുന്ന ഇട്ട് കൊടുത്ത പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. അതിനുള്ള ചാൻസ് ഉള്ളൂ. എന്നാലും ഒരാളെ തല്ലിക്കൊല്ലാൻ വേണ്ടിട്ടില്ലേ നമ്മളെ നാട്ടില് പണ്ട് മറ്റേ മധു പറഞ്ഞാൽ തല്ലിക്കൊന്നില്ലേ? അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴും തല്ലിക്കൊല്ല കൊണ്ടോട്ടി തല്ലിക്കൊന്നില്ല ഒരു ഓട്ടോറിക്ഷക്കാരന്. ഓട്ടോറിക്ഷക്കാരൻ മാത്രല്ല, അത് ബസ്സുകാർ തല്ലിയത് അല്ല, അന്യ സംസ്ഥാന തൊഴിലാളിനെ കാലാണ് ഞാൻ ആലോചിച്ചു. ആൾക്കാരെ അതാണ് എന്തായാലും കർണാടക പോലീസ് പൊക്കിയിട്ടുണ്ട്. ആരാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ ആൾക്കാരെ പൊക്കിയിട്ടുണ്ട്. ആൾക്കാരെ പൊക്കാതെ ഇരുന്നിട്ടൊന്നും ഇല്ല അവര്. എന്താണെങ്കിലും പിന്നെ അവർക്ക് എന്തായാലും അത്ര വലിയ സുഖം ഉണ്ടാവില്ല. എന്തായാലും അതുകൊണ്ട് അത് രസമുണ്ട്. കർണാടക പോലീസും ജയിലും ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വലിയ നന്നാവലില്ല. എന്തായാലും അവിടുത്തെ അവസ്ഥകളൊക്കെ ഭയങ്കര ദയനീയമാണെന്ന് ഒരു കേട്ടറിവുണ്ട്. അത്ര തന്നെ അല്ലേ? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അവിടെ ജയിലിൽ കിടന്നിട്ടില്ല. അയ്യോ. അപ്പൊ ഓക്കെ ഗൈസ്, അങ്ങനെ ന്യൂസ് കണ്ടു. നമ്മളെ നാട്ടിലൊരു മലയാളി തന്നെയാണ്. മലയാളിയാണ് നമുക്ക് പെട്ടെന്ന്. നമ്മള് മറ്റേതൊക്കെ ന്യൂസ് വിട്ടു, പക്ഷെ മലയാളി എന്നൊക്കെ കേട്ടപ്പോ നമുക്ക് എന്തോ പോലെ. ന്യൂസിലാണെങ്കിലും ഇത് അത്ര ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഇതിപ്പോ ഒരു മുസ്ലിം SDPI PFI എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കത്തും. ഇതൊരു ഹിന്ദുത്വ തീവ്രതയുടെ മുഖമാകുമ്പോ ഇതൊന്നും കത്തല് കുറയും. കുറച്ചേ ഇത് കത്തിക്കൂ, അല്ലെങ്കിൽ കുറച്ചേ കത്തൂ. ആ ഒരു സീനുണ്ട് ഇതിനകത്ത്. ഓക്കെ, എന്താണെങ്കിലും നോക്കാലോ, വരും ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് കിട്ടുമോ നോക്കാം.